ആത്മീയ ചൈതന്യവും ചരിത്രപരമായ പൈതൃകവും കൈകോർക്കുന്ന വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയം വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. 1809 ഇടവകയായി ഉയർത്തപ്പെടുന്നതിന് മുമ്പ് കണ്ടശങ്കടവിൽ ഒരു ചെറിയ കുരിശുപള്ളി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പ്രദേശത്തെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം ദേവാലയവും വികസിച്ചു. 1829 ദേവാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർമ്മാണം മുടങ്ങി. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇടവകക്കാരനായ കൊള്ളന്നൂർ താഞ്ചപ്പൻ ചാക്കോ അച്ഛൻ ഫ്രാൻസിൽ നിർമ്മിച്ച വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ മരത്തിൽ തീർത്ത തിരുസ്വരൂപം കോഴിക്കോട്ട് നിന്ന് അറബിക്കടൽ മാർഗം പത്തേമാരിയിലെത്തിച്ച് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായതായി വിശ്വാസ പാരമ്പര്യത്തിൽ പറയപ്പെടുന്നു. അക്കാലത്ത് ഭക്തർ തോൽക്കുടങ്ങളിൽ ഉണ്ണിയപ്പം നിറച്ച് കനോലി കനാൽ വഴി ഒഴുക്കിവിടുമ്പോൾ അത് കണ്ടശങ്കടവ് കടവിൽ എത്തിച്ചേരാറുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്ന ഒരു വിശ്വാസ കഥ. രാത്രികാലങ്ങളിൽ വിശുദ്ധൻ വാളേന്തി അങ്ങാടികളിലൂടെ സഞ്ചരിക്കുന്നുവെന്ന ജനവിശ്വാസം അസാൻമാർഗികളെയും മദ്യപാനികളെയും ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നും പ്രാദേശിക പാരമ്പര്യം പറയുന്നു. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥതയാൽ ദേവാലയ നിർമ്മാണം പൂർത്തിയായിട്ടും പള്ളിക്ക് സെന്റ് മേരീസ് എന്ന നാമധേയം ലഭിച്ചതിന് പിന്നിലും ശ്രദ്ധേയമായ ഒരു പാരമ്പര്യമുണ്ട്. സ്പെയിനിലെ സരഗോസയിൽ സുവിശേഷ പ്രഘോഷണത്തിനിടെ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നാമത്തിൽ അവിടെ ദേവാലയം സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ക്രൈസ്തവ പാരമ്പര്യം പറയുന്നത്. ആ സ്മരണം നിലനിർത്തിക്കൊണ്ടാണ് കണ്ടശങ്കടവിലും ദേവാലയത്തിന് പരിശുദ്ധ മറിയത്തിന്റെ നാമധേയം നൽകപ്പെട്ടതെന്നാണ് വിശ്വാസം. 1829 അടുത്താണ് യാക്കോബ് സ്ലീഹായുടെ ദാരുശില്പം ഫ്രാൻസിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചതും ഇവിടെ പ്രതിഷ്ഠിച്ചതും. അതിനുശേഷം വളരെയധികം തീവ്രമായിട്ടുള്ള ഭക്തി യാക്കോബ് സ്ലീഹായോടുണ്ട്. യാക്കോബ് സ്ലീഹായുടെ തിരുനാളിന് ഈ പുഴയിലൂടെ ഉണ്ണിയപ്പം നേർച്ചയായിട്ട് ഒഴുക്കിവിട്ടിരുന്ന ഭക്തരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഭക്തരെത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. ആ നേർച്ചയപ്പമാണ്, ഉണ്ണിയപ്പമാണ് പിന്നീട് കളിയടക്കപ്പമായിട്ട് പരിണമിച്ച് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് കളിയടക്കപ്പം. ഈന്തിൻ്റെ കുരുവിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നേർച്ചയാണ്, ഒരു വിശിഷ്ട വിഭവമാണ്. പള്ളിയിലെ നേർച്ച മാത്രമല്ല, ഈ കണ്ടശാങ്കടവ് പ്രദേശത്ത് ഇവർ ഏറെ ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ഇവിടെ കടകളിൽ പോലും ലഭ്യമാകുന്ന ഒരു പലഹാരവുമാണ് കളിയടക്കപ്പം. 1837 ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ 1952 വീണ്ടും പുനർനിർമ്മാണം നടത്തി. 1944 തൃശൂർ ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലപ്പാട്ട് തിരുമേനിയുടെ കാലത്താണ് ഈ ദേവാലയം ഫൊറോന പള്ളിയായി ഉയർത്തപ്പെട്ടത്. കാരമുക്ക്, കാഞ്ഞാണി, വാടാനപ്പള്ളി എന്നിവ ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങൾ പിന്നീട് ഈ ഫൊറോനയുടെ കീഴിലുണ്ടായിരുന്നു. ഇന്ന് ദേവാലയത്തിന്റെ കിഴക്കേ അൾത്താരയിൽ കാണുന്ന ഭീമാകാരമായ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുസ്വരൂപം 1954 മാംഗ്ലൂരു സ്വദേശിയായ ശില്പി റോബർട്ട് മെൻഡോസ കളിമണ്ണും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. വെള്ളക്കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഈ തിരുസ്വരൂപം ഇന്നും വിശ്വാസികളുടെ ആത്മവിശ്വാസത്തിൻ്റെയും ദൈവ സംരക്ഷണ വിശ്വാസത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ജൂലൈ 25 ആഘോഷിക്കുന്ന വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാളിൻ്റെ പ്രധാന സവിശേഷതയാണ് കളിയടക്കപ്പം നേർച്ച. ഈന്തക്കുരു, അരിപ്പൊടി, ശർക്കര, നാളികേരം എന്നിവ ചേർത്താണ് ഈ പ്രത്യേക വിഭവം തയ്യാറാക്കുന്നത്. ഒരു പൊതിയിൽ 25 എണ്ണം വീതം നൽകുന്ന കളിയടക്കപ്പം നേർച്ച തിരുനാളിൻ്റെ പാരമ്പര്യ ആചാരങ്ങളിൽ ഒന്നാണ്. ഒരു തിരുനാളിൻ്റെ ബഹളം അല്ലെങ്കിൽ ആരവം അതിൻ്റെ അപ്പുറത്തേക്ക് തലമുറകൾ ഒന്നിക്കുന്ന ഒരു നിമിഷമാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാളായ ജൂലൈ 25 കണ്ടശങ്കടവ് ഇടവക ദേവാലയത്തിൽ. ഇന്ന് അതിൻ്റെ കളിയടക്കപ്പം നിർമ്മാണത്തിൽ തലമുറകളുടെ സംഘമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാരമ്പര്യത്തിൻ്റെ ആഘോഷം ആസ്വദിക്കുന്ന ഒരു തിരുനാളാണിത്. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാളിന് കളിയടക്കപ്പം ഉണ്ടാക്കാറുണ്ട്. അത് ഈന്തക്കുരുവും അരി, നാളികേരം, ശർക്കര ഇതെല്ലാം ചേർത്താണ്, കൂടെ ജീരകം, ഏലക്കായ എല്ലാം ചേർത്താണ് നമ്മൾ ഉണ്ടാക്കാറ്. നമ്മുടെ ഈ നാട്ടിലത്തെ എല്ലാ
ഭക്തജനങ്ങളും ഒന്നിച്ചു ചേർന്ന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂണിറ്റുകളിലെ എല്ലാ അംഗങ്ങളും ഒന്നു ചേർന്ന് ഈന്തക്കുരു എല്ലാം പൊടിച്ചു കൊണ്ടുവന്ന് കല്ലിടക്കപ്പം ഉണ്ടാക്കാറുള്ളത്. നൊവേന, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, നേർച്ചകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയോടെ വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ആത്മീയ ആഘോഷത്തിൽ പങ്കുചേരുന്നു. വിശ്വാസവും പാരമ്പര്യവും സാമൂഹിക പ്രതിബദ്ധതയും സമന്വയിപ്പിച്ചുകൊണ്ട് കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം ഇന്നും തലമുറകളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ അഭിപ്രായപ്പെട്ടു. കണ്ടശങ്കടവിലെ ഈ തിരുനാൾ, യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ വളരെ പ്രസിദ്ധമാണ്, വളരെ പ്രൗഢമാണ്. എല്ലാവരെയും തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധൻ്റെ പ്രാർത്ഥനയാൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവത്തിന് സ്തുതി.